ഓ അടിപൊളിയായിരുന്നു എൻ്റെ മോനെ. നാട്ടിലൊക്കെ ഉത്സവകാലമാണ്. പെരുന്നാൾ, ഈസ്റ്റർ, വിഷു എല്ലാം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും ചെറിയൊരു ഉത്സവമുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ടാണ്, അത് കാണിച്ചു തരാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടീം സൈക്കോ അളിയൻസ്, ഞാൻ ആ ടീമിലേക്ക് വന്നിട്ട് ഒരു 2-3 വർഷം ആകുന്നുള്ളൂ. ഇത് തുടങ്ങിയ സമയത്ത് തൊട്ട് ടീമിലുണ്ടായിരുന്നു. ആദ്യം ഷോർട്ട് ഫിലിമുകൾ കൊണ്ടാണ് തുടങ്ങിയത്. തുടങ്ങിയ സമയം തൊട്ട് ടീമിലുണ്ടായിരുന്നു. അതിനുശേഷം പഠനത്തിന് വേണ്ടി ജർമ്മനിയിലേക്ക് പോയി. അതിനുശേഷം 1000 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും നമ്മുടെ ആദർശ് അളിയനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെല്ലാം കൂടെ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ നിന്ന് പുള്ളിയും കൂട്ടിക്കൊണ്ട് വന്ന് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ പുള്ളിയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളായിരുന്നു. നാടൻ ഫുഡ് മേടിച്ച് കൊടുക്കുക എന്നുള്ളായിരുന്നു. അപ്പോൾ ആ പോയ പോക്കും കഴിക്കുന്ന ഫുഡിൻ്റെ വിശേഷങ്ങളാണ്. ഷാപ്പിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൽ പോയതും അവിടുന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നതും അതിനുശേഷം ഈ ഷാപ്പിൽ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 10 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. സൂപ്പർ ഫുഡാണ്, കിടില ഫുഡാണ്. എന്തൊക്കെയാണ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടോണം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫുഡും ഏറ്റവും റേറ്റ് കുറഞ്ഞ സ്ഥലത്തുമാണ് ഞങ്ങൾ പോയത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. ഹലോ ഗൈസ്, അങ്ങനെ ഞാനും അതുപോലെ നന്ദോളിനും ശ്രീത്തളീനും കേടിയളീനും കൂടാണ് നമ്മുടെ ആദർശ് ഭായിയെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിലോട്ട് പോയത്. ഞങ്ങൾ നാലുകൂടെ കാറിൽ പോയി, അവിടെ റൂം എടുത്തു, ഉറങ്ങി. വെളുപ്പിനെ 3 മണിക്കാണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ട്. അപ്പം നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദർശിനെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ ഗ്രൂപ്പിലൂടെയുള്ള ചാറ്റിങ്ങും പരിചയമൊക്കെയാണ്. എന്നാലും നല്ല കമ്പനിയാണ്. അപ്പം ആദർശ് ഇറങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അളിയന്മാർ എന്നോട് പറഞ്ഞ് ഇവന്മാർ മാറി നിൽക്കാം, എന്നിട്ട് ആദർശ് വരുമ്പോൾ സർപ്രൈസായിട്ട് വരാം, ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോണെന്ന് പറഞ്ഞു. പക്ഷേ ആ പരിപാടിയെല്ലാം കുളമായി. ഇവന്മാർ പാത്ത് നിന്ന് എവിടെയാണെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ക്യാമറ എങ്ങോട്ട് വെക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആദർശാണ്ട് നടന്നു വരുന്നുണ്ട്. നീണ്ട 1000 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആദർശ് എന്നപ്പോൾ ജർമ്മനിയിൽ നിന്ന് വരുന്നത്. നമ്മുടെ സൈക്കോളജിൻസ് ചാനലിന് ഏകദേശം ഒരു 30K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അളിയും പോയതാണ്. അത് കഴിഞ്ഞിപ്പം ഒരു 3 വർഷം കഴിഞ്ഞു, ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പം നടന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ അളിയന്മാർ 3 പേരുടെ പാർട്ടി എന്ത് ചെയ്യും ബ്രോ? ഞാൻ തന്നെ കാണുന്നില്ലടോ. ഭയങ്കര ഒന്നും പറയണ്ട, കുറെ കഥയുണ്ട്. ബ്ലോഗിലുള്ള കഥ എൻ്റെ ഉണ്ട്. എന്റെ മഞ്ഞ ഞാനാണെങ്കിൽ വൈകുന്നേരം 8 മണിക്കാണ് വിചാരിച്ചത്. കിട്ടുന്നില്ലായിരുന്നു ഫ്ലൈറ്റ്. ഹലോ ഗൈസ്, അങ്ങനെ നാട്ടിലോട്ട് പോവാണ്. ആദർശ് ബ്രോയ്ക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇനി പൊറോട്ടയും ബീഫും നാട്ടിൽ നിന്ന് കഴിക്കണമെന്ന്. പക്ഷെ അങ്ങനെ അടിച്ച പൊറോട്ട, പാക്കറ്റ് പൊറോട്ട ഇത്രയും ഗൈസ്, അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലോട്ട് നമ്മുടെ ആദർശ് അളിയനെ കൊണ്ടുവരുവാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി കിടങ്ങറ അവിടെ ഉള്ള നമ്മുടെ മാന്തോപ്പ് കള്ള് ഷാപ്പാണ്. നിങ്ങൾക്കറിയാം, നല്ല സൂപ്പർ പ്ലേസാണ്. നല്ല ശക്തമായിട്ടുള്ള കാറ്റ് അടിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര കാറ്റ്, മഴ പെയ്യുമെന്ന് അറിയത്തില്ല. അതിനോടൊപ്പം തന്നെ നല്ല സൂപ്പർ ഫുഡായിരിക്കും. കണ്ടത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ വെള്ളമായിരുന്നു. തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നമുക്ക് കഴിക്കാൻ പറ്റിയാൽ. അപ്പോൾ നമുക്ക് ഷാപ്പിൻ്റെ കാഴ്ചകൾ കാണാം. നോക്കിക്ക്, ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. നല്ല സൂപ്പർ വൈബാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാം. നല്ല ലൈറ്റിങ്ങൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ വന്നത്. വൈകുന്നേര സമയമാണ്, ഈവനിങ് ആണ്, സന്ധ്യയാകാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഷാപ്പിലേക്ക് കയറാം.
ഗൈസ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നു. പള്ളത്തി വറുത്തത്, അതുപോലെ തന്നെ പൊടിമീൻ, ബീഫ്, അതിൻ്റെ കൂടെ നമുക്ക് ചെമ്മീനുണ്ട്, അതോടൊപ്പം ഞണ്ടുണ്ട്, പാലപ്പം, നല്ല ലൈവായിട്ട് ഉണ്ടാക്കിയ പാലപ്പം. ഇത്ര സാധനങ്ങളാണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഓർഡർ ചെയ്തതല്ല, ആദ്യം വന്നത്. ഓർഡർ ചെയ്ത വേറെയും കുറേ സാധനങ്ങളുണ്ട്. ഇനിയും ചെമ്മീൻ, വേറെ ഐറ്റംസൊക്കെ കുറേ വരാനുണ്ട്. മീൻതല വരാനുണ്ട്, അതുപോലെ തന്നെ വരാൽ വറുത്തത് വരാനുണ്ട്, കാരി വറുത്തത് വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാം. ചെമ്മീൻ ആ എല്ലാത്തിൻ്റെയും പ്രത്യേകം ടേസ്റ്റ് പറയണം. പിന്നെ അതാ അങ്ങേ അറ്റത്ത് എന്താ? ഗൈസ് അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് വന്നിട്ടുണ്ട്. ഷാപ്പിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ്, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ കരിമീൻ എന്ന് പറഞ്ഞാൽ മീനുകളുടെ ഒരു രാജാവായിട്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. സൂപ്പർ കരിമീൻ പൊള്ളിച്ചതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗൈസ് പൊടിമീൻ വറുത്തതുണ്ട്. ഇതൊന്നും അധിക നേരം ഇവിടെ ഇരിക്കത്തില്ല. അതിൻ്റെ കൂടെ നോക്കിയേ, നല്ല ചേമ്പ് പുഴുങ്ങിയതും മുളക്, കാന്താരി, ചമ്മന്തി എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനി അടുത്തത് വരാൻ പോകുന്നുണ്ടോ? അവിടെ രണ്ടുപേർ കൂട് അതിലോട്ട് ഭയങ്കര ഡിമാൻഡാണ്. എടുക്കാൻ ചേട്ടാ, ധൈര്യമായിട്ടിരിക്കും. ഗൈസ് അടുത്തതായിട്ട് വന്നത് തന്നെ നമ്മളെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഐറ്റമാണ്. ഇതാണ് വരാൽ ഫ്രൈ ചെയ്തത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് തിന്ന് തീർക്കാൻ പറ്റാത്ത അത്രയും ക്വാണ്ടിറ്റി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു സാധനം പോലും പറയും. സൂപ്പർ സാധനമാണ്, നല്ല ഫ്രഷ് ചൂടോടുകൂടി വന്ന്. അതിൻ്റെ ഫ്രഷ്നെസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ വരാൽ വറുത്തതിൻ്റെ ഫ്രഷ്നെസ് നിങ്ങൾ കണ്ടോണം. വരാലിൻ്റെ 2 പീസ് എടുത്ത് ഞാൻ പ്ലേറ്റിലോട്ട് വെച്ചിരിക്കണം. അതിൻ്റെ ആ പീസ് അങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടോ, അതിനകത്ത് പുക ഇങ്ങനെ പറന്ന് വരുവാണ്. നല്ല ഫ്രഷായിട്ട് ഇപ്പം തന്നെ വറുത്തെടുത്താണ്, അടിപൊളി. ഗൈസ് നമ്മൾ കഴിച്ച ഇത്രയും ഫുഡാണ് കഴിച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഫുഡ് അടി എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ ആദർശളിയൻ ഭയങ്കര സന്തോഷമായി. നമുക്ക് ആദർശളിയനോട് ചോദിക്കാം, നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എങ്ങനെയുണ്ട് ഫുഡെന്ന്. ആദർശ് ബ്രോ, വെൽക്കം ടു കേരള. ഇന്നാണ് ഔദ്യോഗികമായിട്ട് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. താങ്ക് യു. നാടൻ ഫുഡ് കഴിച്ചാൽ വെൽക്കം ആകത്തല്ലേ ബ്രോ? അടിപൊളിയായിരുന്നു എൻ്റെ മോനെ. മണ്ണിന്റെ കാറ്റ്, മണ്ണിന്റെ കാറ്റ്, മണ്ണിന്റെ ഗന്ധം, മണ്ണിന്റെ ഗന്ധം ആസ്വദിക്കാം. നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്.